വിവാഹത്തിന് ശേഷമുള്ള ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ വരിക. കാരണം ഇവർ സ്ത്രീകളിൽ നിന്നും കിട്ടുന്ന അതായത് ഗാർഹിക പീഡനം കൂടുതലും അനുഭവിക്കുന്നത് പുരുഷന്മാരാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റും. കാരണം സ്ത്രീകളുടെ ഒരു ട്രോമാറ്റിക് ഫീലിങ്സ് മുഴുവനും എക്സ്പ്രസ് ചെയ്യുന്ന വീട്ടിലാണ്. ഇവർക്ക് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. ആണുങ്ങൾ ആരോട് പറയും? അതല്ലാതെ എങ്ങനെയാണ് നമുക്കൊരു ദാമ്പത്തികം? സത്യമാണ്, പരിഗണന കൊടുക്കണം, സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കണം. ഇതേ ഉത്തരവാദിത്വം സ്ത്രീകൾക്കും ഉണ്ട്. ഏതെങ്കിലും ഹസ്ബൻഡിനോട് വിളിച്ച് സംസാരിക്കുകയോ ചേർത്ത് നിർത്തുകയോ ചെയ്യാറുണ്ടോ? ഇതിന് വിപരീതമായിട്ട് സ്ത്രീകൾ ചെയ്യാറുണ്ടോ? അവർ ആ ഫീലിങ്സിലേക്ക് ഒന്നും പറയില്ല. നമ്മുടെ കുട്ടികളെ ഒരു 10-12 വയസ്സ് 15 വയസ്സായി കഴിയുമ്പോൾ ഹഗ് ചെയ്യുന്ന പേരൻസ് ഇപ്പോൾ കുറവാണ്. എൻ്റെയൊക്കെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഹഗ്. ട്രോമ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല ശരണ്യ. ട്രോമ ഹാപ്പൻസ് ത്രൂ ഔട്ട് ദ പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ ഈ 2K കിഡ്സ് 90s അങ്ങനെയാണ് ഇപ്പോൾ അതിന് തരം തിരിച്ചേക്കുന്നത്. അതിൽ 2K കിഡ്സ് ഇപ്പോൾ പറയുന്ന കത്തി കൊണ്ടുവരുമ്പോൾ നമ്മൾ അന്നേരം ഇപ്പം വാടാ JCB അപ്പുറത്ത് വന്നിട്ടുണ്ട് പറമ്പിൽ, നമ്മൾ അത് നോക്കാം, അങ്ങനെയൊക്കെയുള്ള ഇതെന്താ പറയുക, ഇങ്ങനെ കമ്പാരിസൺ വരും. അതേസമയം ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയും. ഇന്നതുണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം ബാക്ക് ബെഞ്ചേഴ്സാണ് ഏത് സ്കൂളിൽ അടിച്ചു വരുന്നത്, ആനിവേഴ്സറിക്ക് മറ്റേ ഡെസ്കും ബെഞ്ചും ഇടുന്നത്, അത് ഏറ്റവും ഇഷ്ടം. അതിൽ സാറന്മാർക്കറിയാം ഇവന്മാരെ കൊണ്ട് പഠിപ്പ് കൊണ്ട് പറ്റത്തില്ല, പറ്റണത് എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇവന്മാരാണ്. അതായത് ചാടി നിൽക്കും. പക്ഷെ ഇന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. എല്ലാ കുട്ടികളെയും നമ്മൾ എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലാണ് നമ്മളെല്ലാവരെയും കാണുന്നത്. അവിടെ ബാക്ക് ബെഞ്ചേഴ്സ് കുറവാണ്. പക്ഷെ ഇപ്പോൾ ഉള്ളത് ഈ പറയുന്ന അഗ്രസീവ് മൂഡിലുള്ള കുട്ടികളാണ്. ഒന്ന് പറഞ്ഞാൽ 10 പറയും. അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം, നിൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചതാണ്, അല്ലെങ്കിൽ നീ അവിടെ നിന്ന് കൊണ്ടുവന്നാണ്, നീ ഇവിടെ നിന്ന് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് പറയും. അപ്പോൾ ഇതിനാരാണ്? കാരണം ഈ പറയുന്ന കമ്പാരിസണിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ബാക്ക് ബെഞ്ചേഴ്സ് ഇപ്പോൾ വരുന്ന അഗ്രസീവ് മോഡൽ, ഇതിലാരായിരിക്കും പ്രധാനമായിട്ടും എന്താ പറയുക ഈ കുട്ടികളിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കുന്നത്? നിങ്ങളിങ്ങനെയാണ്. അത് പേരൻസ് ഒരു കാര്യത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സപ്പോർട്ടീവാണ്, മക്കൾ എന്ത് ചെയ്താലും അധികം കണ്ണടയ്ക്കും. പക്ഷെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പിയർ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ആരായിരിക്കും ഇവരെ ഏറ്റവും കൂടുതൽ ഇവരെ ഒന്ന് തിരിച്ച് നടത്താനാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും? ആരെയാണ് ആദ്യം ഒന്ന് ഇങ്ങനെ പോകുന്ന ഒരു ലൈനിൽ ഒരു കത്തിപ്പടരുന്ന ഒരു ഇതിൽ ഏത് തിരുനാളമാണ് നമ്മൾ അണക്കേണ്ടത്? ഫാമിലി ഈസ് ഓൾവേസ് ഇമോഷണൽ. കുട്ടികൾക്കായിക്കോട്ടെ ടീച്ചേഴ്സിനായിക്കോട്ടെ ആർക്കായിക്കോട്ടെ ഇമോഷണൽ അല്ലേ. അപ്പോൾ ആ ഫാമിലിയിൽ ഇമോഷനാണ് ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. ഫാമിലിയിലുള്ള ഇമോഷൻ ആദ്യം അഡ്രസ്സ് ചെയ്യുക. അതായത് അവർക്ക് കുട്ടികൾക്ക് വേണ്ട നീഡ്സ് അഡ്രസ്സ് ചെയ്യുക, പേരൻസുമായിട്ട് സംസാരിക്കുക. തെറപ്പിക്ക് വരുമ്പോൾ നമുക്ക് അറിയാവുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ പേരൻസ് വരുമ്പോൾ അവർ അത്രത്തോളം കരഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഈ കുട്ടികൾക്ക് ഇങ്ങനെയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സാർ, ഞാൻ എന്ത് മേടിച്ച് കൊടുത്താലും എന്ത് ചെയ്താലും ഇവനൊരു മീച്ചോ ഇല്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് പേരൻസ് പറയുന്നത്. പേരൻസിൻ്റെ സൈഡിൽ നിന്ന് അവർ കൊടുക്കുന്ന മെറ്റീരിയൽ തിങ്സ് ഉണ്ട്, അതല്ല അവർക്ക് വേണ്ടത്. ഒരു ഇമോഷണൽ ടച്ച്, ഒരു ഹഗ്. നമ്മുടെ കുട്ടികളെ ഒരു 10-12 വയസ്സ് 15 വയസ്സായി കഴിയുമ്പോൾ ഹഗ് ചെയ്യുന്ന പേരൻസ് ഇപ്പോൾ കുറവാണ്. ഉണ്ടോ? എൻ്റെയൊക്കെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഹഗ്. അല്ല, പണ്ടത്തെ കാലമായിട്ട് പറയുന്നത്. അല്ല, എൻ്റെ അച്ഛൻ മരിക്കും വരെ 21 ദിവസമെങ്കിലും ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ കൊടുക്കുമായിരുന്നു. എന്നെ അതുപോലെ അല്ല, എനിക്ക് കിട്ടിയിട്ടില്ല ഹഗ്. അപ്പോൾ നമ്മൾ ഞാൻ ട്രോമാറ്റിക് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ഒരു സ്വാഭാവികമായിട്ട് കുറച്ച് കാലം ഇപ്പോൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടാകും. അവർ ചിലപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴായിരിക്കും കുട്ടികൾ ഹഗ് ചെയ്യുമോ അല്ലെങ്കിൽ കുഴപ്പമില്ലടാ പോട്ടെ എന്ന് പറയും. പക്ഷേ ഹഗ് ചെയ്യുന്നുണ്ടപ്പോൾ അടുത്ത ഡയലോഗോടുകൂടി പോകും. ഇനി ഇത് ശരിയായില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് പ്രശ്നമാണ്, നാണക്കേടാണ്. നാണക്കേട്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു സംഭവം, നമ്മളൊരു ഫിസിക്കൽ ടച്ചിന് ഭയങ്കര ഇമ്പോർട്ടൻസാണ്, പ്രത്യേകിച്ചും പേരൻസിൻ്റെ സൈഡിൽ നിന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എവിടെ ഒരാളുടെ പ്രസംഗം കേട്ടപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും നോട്ട് ചെയ്യുന്നുണ്ട്. ഒരു 10 വയസ്സിനുള്ളിൽ ഒരു 7-8 വയസ്സ് വരെ ഒരു കുട്ടി അമ്മേനെ ഉമ്മ വയ്ക്കുമായിരുന്നു, അല്ലെങ്കിൽ അമ്മേനെ അച്ഛനെ ഉമ്മ വയ്ക്കും, തുരുതുര ഉമ്മ വയ്ക്കും. അപ്പോൾ അമ്മ ചിലപ്പോൾ മതിയിട്ടാൽ മതി പറയും. പക്ഷേ ആ പുള്ളി പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ മേടിക്കാവുന്നത് മേടിച്ചോ, ഇനി കിട്ടില്ല. കാരണം ആ സമയത്ത് അവർക്ക് കിട്ടേണ്ട നീഡ് അങ്ങനെയായിരുന്നു. ഇതേ സംഭവം കുറച്ചുകൂടെ കാര്യം പേരൻസിൻ്റെ സൈഡിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ ചേർത്ത് പിടിച്ച് നിർത്തുക, അവരൊന്ന് ഇമോഷണലി ഒന്ന് ഹഗ് ചെയ്യുക, അവരുടെ പ്രശ്നം ഒന്ന് അഡ്രസ്സ് ചെയ്യുക, കൂടെ ഇരിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ പേരൻസ് സൈഡിൽ നിന്നുള്ള സംഭവം കഴിഞ്ഞു. ഇനി അടുത്തത് ടീച്ചേഴ്സ് സൈഡിൽ നിന്നാണ്. അപ്പോൾ ഈ പേരൻസ് നന്നായി കഴിപ്പിക്കും. ഈ പേരൻസ് തന്നെയാണ് സ്കൂളിൽ വരുന്ന ടീച്ചേഴ്സും ഇതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ റീൽസ് കാണാറുണ്ട്, ഒരു ടീച്ചറിന് വേണ്ടിയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്ന് ഭയങ്കര സർപ്രൈസ് കൊടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും. അങ്ങനത്തെ കുട്ടികളുണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ. എല്ലാം ഇങ്ങനെയാണെന്നല്ലോ, അങ്ങനത്തെ കുട്ടികളുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിനെ അത്രയ്ക്ക് റെസ്പെക്റ്റ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ടീച്ചറിന് കൂടെ നിർത്തിയിട്ട് കുഴപ്പമില്ല, ഇതൊക്കെ ചെറിയ സംഭവമാണ്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് റിക്കവർ ആകും എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് ലെവൽ കൊടുത്തു കഴിഞ്ഞാൽ ഏത് കുട്ടിയും നന്നാവും. എനിക്കൊക്കെ അനുഭവമുണ്ട്.
ഞാൻ മാത്തമാറ്റിക്സിൽ ഭയങ്കര വീക്കായിരുന്നു. എല്ലാ ടീച്ചറും സാധാരണ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറും എല്ലാവർക്കും പേടിയാണ്, എനിക്കും ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വന്ന് ഇപ്പോൾ ഒരു ടീച്ചറുണ്ട്, ആ ടീച്ചർ അവസാനം പറഞ്ഞു, എടാ കുഴപ്പമില്ല, ഇതൊക്കെ ചെറിയ സാധനമാണ്. 1-2 തവണ എന്നെ തിരുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അതിനകത്ത് റിക്കവറായി. പക്ഷെ അതുവരെ എനിക്കൊരു ഫിയർ ഫാക്ടർ ജനറേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അത് കൂടെ നിർത്തി അവർ പറഞ്ഞു തന്ന ആ ഒരു സ്റ്റൈലിൽ എനിക്ക് ചേഞ്ച് വരാൻ തുടങ്ങി. ചേട്ടാ മറ്റൊരു കാര്യം അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, ചിലപ്പോൾ ഞാൻ നാളെ കാണണമെന്നില്ല. അതായത് എനിക്ക് ചിലപ്പം ഇമോഷണലി പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എൻ്റെ ജീവൻ കളയാനാണ്. അതൊരു എസ്കേപ്പാണ്. എനിക്ക് ഇനി ഇത് പറ്റില്ല, ഇതിൽ കൂടുതൽ താങ്ങാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ ഞാൻ പിന്നെയും കാണും, അത് വേറെ ഇത്. പക്ഷേ ഈ സൊസൈറ്റിയിൽ അത് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ജീവൻ കളയുക, ആത്മഹത്യ എന്നുള്ളതൊരു പ്രവണത ഭയങ്കര ഹൈപ്പാണ്. അതെങ്ങനെയാണ് ചേട്ടാ നമുക്കത് പെട്ടെന്ന് നമ്മുടെ കുറിപ്പ് എല്ലാവരും എന്നിട്ട് കുറിപ്പെഴുതും, അവൻ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, മനസ്സിലായോ, അവൻ ഇന്നലെയും കൂടെ വിളിച്ചതാണല്ലോ, അവൻ എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ. എല്ലാവർക്കും ഈ വിലാപക്കുറിപ്പ് എഴുതുന്നതിനപ്പുറം എങ്ങനെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുടെ മൈൻഡ് അറിയണ്ട, അവനൊരു പ്രശ്നം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇത് ഇപ്പോൾ എന്നോടൊന്നും പറഞ്ഞിട്ടല്ലോ എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും. അതുവരത്തേന് ചിലപ്പോൾ ഇവനെ മിണ്ടിയിട്ട് പോലും ഉണ്ടാവില്ല, വിളിച്ചിട്ടുണ്ടാവില്ല എന്നോട്. അതൊരു വെറും ഒഴിവാക്കായിട്ട് മിക്ക ആളുകളും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്ന ആ ഒരു ടൈമിന് തന്നെ പല സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസ് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇവരിങ്ങനെ ഒരു അവസ്ഥയിലാണ് പോകുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം തന്നെ കൂടെ നിർത്തിയാൽ മതിയല്ലോ. പല സ്റ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ സൂയിസൈഡൽ ഐഡിയേഷൻ അതിനകത്ത് പറയുന്നത്. ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഫീലിങ്സ് വരുന്ന ആളുകൾക്ക് അത് അവരാദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. എന്ന് വെച്ചാൽ സ്വന്തമായിട്ടിരിക്കുക, മാറിയിരിക്കുക, വീടിനകത്ത് തന്നെ ഇരിക്കുക, സംസാരം കുറവായിരിക്കും. പിന്നെ അവരെ തന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന ആൾ അപ്പം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം, എന്തോ ട്രോമാറ്റിക് സിറ്റുവേഷനിൽ ആൾ കടന്നു പോകുന്നുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് ഫസ്റ്റ് സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെൽഫ് ഹാം എന്ന് പറയും. സെൽഫ് ഹാം എന്ന് സ്വന്തമായിട്ട് അവർ ഉപദ്രവിക്കുക, ചിലപ്പോൾ ഭിത്തി കെട്ടിടിക്കുക, അല്ലെങ്കിൽ കൈ മുറിക്കുക. സ്വന്തമായിട്ട് ഹാം ചെയ്യുമ്പോൾ തന്നെ അവർ ഈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് ഹാം ചെയ്യുക എന്ന് പറയും. സ്വന്തമായിട്ട് ഹാം ചെയ്ത് അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു സെൽഫ് ഹാം പതുക്കെ ഒരു ഫീലിങ്സ് ഇല്ലാണ്ടാവും. മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും ഐഡിയേഷനിലേക്ക് വരും. എന്ന് വെച്ചാൽ അവർ അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങും. 2-3 തവണ പലവണ അറ്റംപ്റ്റ് ചെയ്യും. പിന്നെ അത് ഡയറക്റ്റ്ലി ദേ കമ്മിറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേജസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ ചിലപ്പോൾ ഇന്ന് നിൽക്കുന്നവൻ നാളെ തൊട്ടടുത്തിരിക്കുന്ന ആളുണ്ടാവില്ലെന്ന് നമുക്കറിയാമല്ലേ. നമുക്കറിയാം, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പെട്ടെന്നായി പോയല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് പെട്ടെന്നായെന്നുള്ളല്ല, ഈ പെട്ടെന്നാകുന്നതിന് മുമ്പുള്ള സമയത്തുള്ള കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്നാവില്ലായിരുന്നു, എല്ലാം പെട്ടെന്ന്. പക്ഷെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്നലെ വരെ അവൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. അതായത് ഇത് ചെയ്യുന്നതിന് മുമ്പ് അവൻ ഇന്നലെയും കൂടെ എന്നെ വിളിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്നലെ വരെ അവനെ ഞാൻ അവിടെ കണ്ടപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത പയ്യനാണ്, പിന്നെ എന്തിൻ്റെ പേരില്ല. അതായത് ചിലർ സഡനായിട്ട് ചെയ്യുന്നവരുണ്ട്. ഈ പറയുന്ന ഫാക്ടേഴ്സ് അല്ലാണ്ട് ഒരു അമിതമായ ഒരു പ്രശ്നം വരും. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ, സിമ്പിളല്ല കേട്ടോ അത്, പ്രണയ നൈരാശ്യം, അല്ലെങ്കിൽ കടബാധ്യതയുള്ളവരെയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ഫസ്റ്റിൽ പ്രണയ നൈരാശ്യം, അല്ലെങ്കിൽ ഒരാൾ പ്രണയത്തിൽ നിന്ന് ഒരാളാണോ പെണ്ണോ മാറുമ്പോൾ ഇങ്ങനൊരു സംഭവിക്കാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം നമ്മളിലെ ഏറ്റവും അവസാനം കണ്ട ഏറ്റുമാനൂരിലെ സംഭവം, അമ്മയും മക്കളും കൂടെ ചെയ്തത്, ഇതൊക്കെ ഒരു എന്താ പറയുക, പെട്ടെന്ന് വന്നതല്ല. അതായത് ഇമോഷനിലെല്ലാം അവർ ജീവിക്കാൻ എല്ലാ വഴിയും നോക്കി, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ അവരെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യേണ്ടി വന്നു. ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുന്നത്? കാരണം ഇതിങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നമ്മളെല്ലാവരും പറഞ്ഞ സൊല്യൂഷൻ ഉണ്ടല്ലോ എന്നുള്ളതുണ്ടല്ലോ, അതെങ്ങനെയാണ്? ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് പെട്ടെന്ന് സംഭവിക്കില്ല ശരണ്യ, അത് പ്രോഗ്രസീവാണ്. ഒരിക്കലും ഒറ്റ നിമിഷം കൊണ്ട് ആർക്കും അങ്ങനെ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് കിടക്കുന്ന ഇമോഷൻസ് എവിടെയൊക്കെയോ ഉണ്ട്. ഇത് ചെറുപ്പം മുതലേ കിട്ടിയ സംഭവമായിരിക്കും. ഇതിനോട് സാമ്യമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും 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 ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് അവർ ഇമോഷണലി വീക്കായിട്ടുള്ള എല്ലാ മനുഷ്യരും സെൻസിറ്റീവ് ആവും. ചില സമയത്ത് ചില കാര്യങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ എടുക്കുന്ന എന്താണോ പണ്ടെടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കാം, എക്സ്പീരിയൻസ് ചെയ്തായിരിക്കാം, അതോടെ കിടപ്പുണ്ടാവും. പിന്നീട് ചെറിയ കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുമ്പോൾ ഒരു പ്രണയ നൈരാശ്യമോ അല്ലെങ്കിൽ ഒരു കടബാധ്യതയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂയോ ഒരു ഫാമിലിയിൽ ഇഷ്യൂ ഒക്കെ സംഭവിക്കുമ്പോഴേക്കും പഴയ സാധനം തന്നെ പൊങ്ങി വരുന്നത്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവരെന്ത് കഴിഞ്ഞിട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇത്രയും സ്റ്റേജസ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം. അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് ഏറ്റവും കൂടുതൽ നടത്തുന്നത് സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ? ഇവരിൽ എങ്ങനെയാണ് ഇമോഷൻസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇവരിൽ എങ്ങനെയാണ് ഈ പറയുന്ന ധൈര്യം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സ്റ്റഡി നടത്തിയ ഒരാളെന്ന നിലയിലാണ് ചോദിക്കുന്നത്.
ധൈര്യമല്ല അത് ധൈര്യം ചോർന്ന് പോയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഒന്നും ചിന്തിക്കാനുള്ള ദിവസം വരും. അത് കോൺഫിഡൻസ് ലെവലുള്ള ആളുകൾ, ധൈര്യമുള്ള ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയത്തിലേക്ക് പോവും ഇല്ല. പക്ഷെ പലപ്പോഴേ അതൊന്ന് ഇൻട്രപ്റ്റ് ചെയ്യണേ, പലപ്പോഴും നമ്മളൊക്കെ പറയുന്നത് പലയിടത്തും തോറ്റിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആത്മഹത്യയെ പുണരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ എഴുത്തുകൾ വരാറുണ്ട്. അത് എങ്ങനെയാണ് ഒരു ക്ലിനിക്കൽ സൈഡിൽ നിന്ന് വായിക്കാൻ പറ്റുക? ജയിക്കുക എന്ന് പറയുന്നത് സ്വന്തം ജയിക്കുന്നതിനല്ല, മറ്റുള്ളവരെ നമ്മൾ പീഡിപ്പിച്ചുകൊണ്ട് ജയിക്കുക എന്നുള്ള ഉദ്ദേശം. ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ 134 പേരോളം അയാളോട് സമീപപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇതിൻ്റെ കൗണ്ടർ സൈഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പഠനം പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കീ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ കൂട്ടുകാരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റിക്ക് പോകാൻ പോകുന്ന ആളുകൾക്ക് അറിയില്ല ആരാണ് ഇവരോട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആളെന്ന്. ഇവരുടെ വിയോഗത്തിന് ശേഷമായിരിക്കും പതുക്കെ തിരിച്ചറിവ് ഉണ്ടാകാൻ മറ്റുള്ളവർക്ക്. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മകൾ വരിക, സ്വപ്നങ്ങൾ കാണുക, ഇങ്ങനെയുള്ള മറ്റുള്ളവരായിരിക്കും വരിക. അപ്പോൾ ഇതൊരു തരം സാബിറ്റേഷൻ എന്ന് പറയും. ഒരു പ്രശ്നത്തിനെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റി വേറൊരിടത്തിലേക്ക് കൊണ്ടുപോകാൻ പറയും. ഇവർ ചെയ്യുന്ന ഇതാണ്. അപ്പം അടുത്ത പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പം അത് പ്രൊജക്റ്റ് ചെയ്യുക, വേറൊരു സംഭവത്തിൽ പ്രൊജക്റ്റ് ചെയ്യും. അപ്പം മുൻപേ ചോദിച്ചതിലേക്ക് തന്നെ പോകുന്നു, ഇത് ആണുങ്ങളിലാണോ പുരുഷന്മാരിലാണോ സ്ത്രീകളിലാണോ ഇതിങ്ങനെ ഒരു കൂടുതലായിട്ട് ഉണ്ടാവുക? അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം പറഞ്ഞാൽ ഇമോഷണലി ഡൗൺ ആവുന്നത് ഇവരിൽ ആരായിരിക്കാം? ഇപ്പോഴത്തെ സാഹചര്യം പണ്ടൊക്കെയാണെങ്കിൽ സ്ത്രീകളിൽ എന്ന് നമുക്ക് പറയാം റേഷ്യോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഈക്വലായി. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റഡി പറയുന്നത് പോസ്റ്റ് മാരേജ്, വിവാഹത്തിന് ശേഷമുള്ള ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ വരിക. കാരണം ഇവർ സ്ത്രീകളിൽ നിന്നും കിട്ടുന്ന, അതായത് ഗാർഹിക പീഡനം കൂടുതലും അനുഭവിക്കുന്നത് പുരുഷന്മാരാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റും. കാരണം സ്ത്രീകളുടെ ട്രോമാറ്റിക് ഫീലിങ്സ് മുഴുവനും എക്സ്പ്രസ് ചെയ്യുന്ന വീട്ടില്ല. ഇവർക്ക് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. ആണുങ്ങൾ ആരോട് പറയും? അപ്പനോട് പറയാൻ പറ്റില്ല, അമ്മയോട് പറയാൻ പറ്റില്ല, കൂടി വന്നാൽ 2 സുഹൃത്തുക്കളോട് പറയാം. അതിൽ കൂടുതൽ വേറെ ഇവർക്ക് റിയാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അവർ ഫ്രസ്ട്രേറ്റഡ് ആയിക്കോളും. ഓരോ ദിവസം ചെല്ലുന്തോറും അവർ ആ ഫ്രസ്ട്രേഷൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകും. 40കൾക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് റേറ്റുകൾ ഇപ്പോൾ ആണുങ്ങളിൽ കണ്ടുവരുന്നത്. കാരണം മാരിറ്റൽ ഇഷ്യൂ, അതായത് ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഭാര്യയിൽ നിന്നുണ്ടാകുന്ന എക്സ്ട്രീം ട്രോമ സ്റ്റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഇതേ സ്റ്റേജ് തിരിച്ചും നടക്കുന്നുണ്ട്, അല്ലെ? കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണോ, കല്യാണം കഴിച്ചിട്ട് 1 മാസത്തിനുള്ളിൽ ഒരു പെൺകുട്ടി എവിടെയോ ഇതുപോലെ തന്നെ ജീവൻ കളഞ്ഞിട്ടുണ്ട്. അതായത് അതെങ്ങനെയാണ് ഇവർക്ക് ഈ 1 മാസത്തിനുള്ളിൽ ഇവർക്ക് ഈ പറയുന്ന ട്രോമ എങ്ങനെയാണ് ഇതിങ്ങനെ പൊങ്ങി വരുന്നത്? ട്രോമ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല ശരണ്യ. ട്രോമ ഹാപ്പൻസ് ത്രൂ ഔട്ട് ദ പീരീഡ് ഓഫ് ടൈം. സമയം എടുത്തിട്ടാണ് ട്രോമ നടക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് വരുന്ന ഷോക്ക് എന്ന് പറയുള്ളൂ. ട്രോമ സംഭവിക്കണമെങ്കിൽ സമയം എടുക്കും. അത് ട്രോമ എന്ന് പറഞ്ഞാൽ മുറിവുകൾ, അതിങ്ങനെ പതുക്കെയാണ് നമ്മളെ മുറിവിലേക്ക് കൊണ്ടുപോകുള്ളൂ. അതായത് മാനസികമായിട്ട് നമുക്കൊരു മുറിവിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. ഒറ്റ ദിവസം കൊണ്ട് ട്രോമ ഉണ്ടായിട്ടാലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ പലരും ഇപ്പം ജീവിതം അവസാനിപ്പിക്കുന്ന പലരും രക്ഷപ്പെടൽ എന്നാണ് അവർ പറയുന്നത്. അതായത് ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന 134 പേരിൽ ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. ഇപ്പം ചേട്ടൻ പറയുമ്പോഴാണ് എനിക്ക് പോലും മനസ്സിലാവുന്നത്. പക്ഷേ ഇതിൽ പീഡിപ്പിക്കുക എന്നുള്ളൊരു അർത്ഥവും കൂടിയുണ്ടോ? അതായത് ഞാൻ മരിച്ചാൽ അവൻ അല്ലെങ്കിൽ അവൾ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടണം എന്നുള്ള രീതിയിലും ജീവൻ കളയുന്നവരില്ലേ? അതാണ് പറഞ്ഞത്, അവർ ജയിച്ചു എന്ന് പറയുന്നത് സംഭവം. മനസ്സിലായോ? ഞാൻ ജയിച്ചു ഇനി, കാരണം ഇവരെ പരാജയപ്പെടുത്തി ഞാൻ ജയിച്ചു എന്ന ഒരു ചിന്തയിലേക്ക് പോകുന്നതാണിത്. അതാണ് ആ ജയിച്ചു എന്ന വാക്കിൻ്റെ അർത്ഥം. ജയിച്ചു എന്നുള്ള വാക്കിനർത്ഥം. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഈ പുരുഷന്മാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനൊരു ടെൻഡൻസി കാണിക്കുന്നതും ഈ പറയുന്ന ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ളവർ നേരിടുന്നതെന്ന്. കാരണം എൻ്റെ അടുത്ത് സെഷൻസിനൊക്കെ വരുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം വരുന്ന ആളുകൾ അവർ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മുഴുവനും നമ്മൾ തെറപ്പി സെഷനിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളായിരിക്കും ഇവർ പറയാം. ചെറിയ കാര്യം ഉണ്ടായിരിക്കുള്ളൂ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇത്തിരി പ്രായമുള്ള ആൾക്കാരാണ്. ഈ ടെൻഡൻസി 2-3 തവണ വന്നു. ഇങ്ങനെ സ്വന്തം ജീവൻ നശിപ്പിക്കാനുള്ള ടെൻഡൻസി 2-3 തവണ വന്നിട്ട് ഹസ്ബൻഡാണ് ഭാര്യനെ കൊണ്ടുവന്നത്. 65-70 വയസ്സുണ്ട് 2 പേർക്ക്. ഒറ്റ കാരണമുള്ളൂ. അതായത് വിവാഹത്തിന് ശേഷം ഹണിമൂണിന് ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞിരുന്നു, കൊണ്ടുപോയില്ല. ഹസ്ബൻഡിന് സാഹചര്യത്തിന് പോകാൻ പറ്റില്ല. ഈ 10-65 വർഷത്തോളം ഇതും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ട്രോമാറ്റിക് സ്റ്റേറ്റിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അതും ഒരു കാരണമല്ലേ? കാരണമാണ്.
ഞാൻ പറഞ്ഞത് അതവിടെ അത് ഓക്കെ, നമ്മൾ അയാളെ കുത്തി നോക്കുന്നു. ഇപ്പം ഇന്നലെ ഒരു പുസ്തകത്തിനകത്ത്, ഞാൻ ആ പുസ്തകത്തിൻ്റെ പേര് മറന്നില്ല, പുസ്തകമല്ല, ഒരാളുടെ ബുക്കാണ്. ആ ബുക്കിനകത്ത് ചോദിച്ചു, എനിക്ക് ഡിവോഴ്സ് വേണം. കാരണം ചോദിക്കുമ്പോൾ പറയുന്നത്, നിന്നെ അടിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല. മറ്റേ പരപുരുഷ ബന്ധമുണ്ടോ? ഇല്ല. പിന്നെ എന്താണോ ഏതോ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുന്നുണ്ട് ഡൗറിയുടെ കേസിൽ. എന്താ ചോദിച്ചു? അല്ല, ഇതൊന്നുമല്ല. പിന്നെ എന്താണ്? എൻ്റെ ആത്മാവിനെ കൊന്നു എന്നാണ് പറയുന്നത്. എനിക്കൊരു ആത്മാവുണ്ട്. അതായത് വീട്ടിലിരിക്കുന്നവരോടൊരു പുഞ്ചിരി സമ്മാനിക്കുക, എന്നെ ഒരു അവഗണിക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ പറയാം, സ്ത്രീകൾ എപ്പോഴും പറയുന്നത് പരിഗണന എന്ന് പറയുന്നൊരു സ്റ്റേജാണ്. അതായത് ഈ പരിഗണിക്കാത്തത് ഒരു വലിയ ഇഷ്യൂ തന്നെയല്ലേ ഈ ദാമ്പത്തികത്തിൽ. ഇതിൽ സൂര്യത്തിലേക്ക് പോകുമ്പോൾ പരിഗണന എന്ന് പറയുന്നത് മുൻപേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്നേഹമോ കെട്ടിപ്പിടുത്തോ, അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേസ് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഞാൻ പറയാം, വെറുതെ അവർ മുടി ചീവിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എടുക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഒരു പരിഗണനയുടെ ഒരു ഭാഗമല്ല. അത് ഇവരെ എപ്പോഴും ഉൾക്കൊള്ളുക എന്നുള്ളതല്ലേ. അതില്ലാതെ എങ്ങനെയാണ് നമുക്കൊരു ദാമ്പത്തികം? സത്യമാണ്, പരിഗണന കൊടുക്കണം, സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കണം. ഇതേ ഉത്തരവാദിത്വം സ്ത്രീകൾക്കും ഉണ്ട്. ഏതെങ്കിലും ഹസ്ബൻഡിനോട് വിളിച്ച് സംസാരിക്കുകയോ ചേർത്ത് നിർത്തുകയോ ചെയ്യാറുണ്ടോ? ഇത് ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഞാൻ എൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. കുറേ എക്സാമ്പിൾസ് ഉണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പുരുഷന്മാരായിരിക്കും ഏറ്റവും കൂടുതൽ ലൈംഗികമായി ബന്ധപ്പെടാൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ഇതിന് വിപരീതമായിട്ട് സ്ത്രീകൾ ചെയ്യാറുണ്ടോ? ഇല്ല. അവരൊരിക്കലും അവർ ആ ഫീലിങ്സിലേക്ക് വന്ന് പറയില്ല. അല്ല, അങ്ങനെ അതൊരു പരിഗണനയാണ്. അല്ല, അങ്ങനെ പറയുന്ന സ്ത്രീകളും ഉണ്ട്. ഞാൻ കോമൺലി പറഞ്ഞത്. അല്ല, അങ്ങനെ പറയുന്ന സ്ത്രീകളും ഉള്ളപ്പോൾ നമ്മൾക്കുണ്ടല്ലോ, അതിനെ ഞാൻ വേറൊരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാം. ഇപ്പം രണ്ടുപേരുടെ ഒരു ഇമോഷണൽ ഇൻറ്റിമസിയിൽ എൻ്റെ എതിരെയുള്ള അയാൾക്ക് എന്നോട് ഒരു ഇഷ്ടം കുറയുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് നമ്മളോടൊരു കുഴപ്പം? നമ്മൾ ബ്യൂട്ടിഫുൾ അല്ലേ? നിങ്ങൾ ഈ പറയുന്ന പോലെ എന്താ ഭയങ്കര ഇതല്ലേന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് 100 പ്രശ്നമുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, നിനക്കിത് മാത്രമേ ഉള്ളൂ ചിന്ത, നിനക്കിതാണോ? അത് അവരുടെ പോരായ്മകൾ, അവരുടെ ഇത് മറച്ചു വെക്കുന്നതല്ലേ. രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് ഒന്ന് ഇമോഷണലി ഉള്ള ആളുകളുണ്ട്, രണ്ട് ഫിസിക്കൽ നേച്ചറുള്ള ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് തെറപ്പി സൈഡിലേക്ക് വരുമ്പോൾ ക്ലിനിക്കൽ യൂസേജ് ആണ്. ഇമോഷണലി ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് അവർ ഈ പറയുന്ന ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കോ ലൈംഗിക ബന്ധത്തിലേക്കോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് ഷെഡ്യൂൾഡ് ആയിരിക്കും. പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ സ്കില്ല്, ഇപ്പോൾ അക്കൗണ്ടിങ്, കമ്പനി, അങ്ങനെ കുറേ ഫീൽഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഷെഡ്യൂൾഡ് ആയിരിക്കും, ടൈം ബൗണ്ട് ആയിരിക്കും. ഇത്ര ആഴ്ചയിൽ 1-2 തവണ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രീതിയിലേക്കും. ഫിസിക്കൽ നേച്ചറുള്ള ആളുകൾക്ക് അവർക്ക് എപ്പോൾ ഫീലിങ്സ് വരുന്നോ അവർക്കത് വേണം, ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് വേണം. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. തീർച്ചയായും. ഇപ്പോൾ രണ്ടുപേരും നമ്മളൊരു ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആണെങ്കിൽ ഇതാണ് സംഭവം. ചിലർക്ക് തെറാപ്പി സൈഡിൽ വരുമ്പോൾ എനിക്ക് കുറേ എക്സാമ്പിൾസ് ഉള്ളത്, ഞാൻ 1-2 എക്സാമ്പിൾസ് വീണ്ടും ഇതേപോലെ തന്നെ ഒരു സംഭവം വന്നത്. ഇപ്പോൾ രണ്ടുപേരും ഒരു കുഴപ്പമില്ല, പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് ഫ്രീഡം വേണം. പുള്ളി ഫ്രീഡം കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, പുള്ളിക്കാരിക്ക് ഒരു വിമനിസ്റ്റിക് നേച്ചറിലേക്ക് പോയിട്ട് കുറേ സുഹൃത്തുക്കളുണ്ട്. അവർ പറയണത്, ഭാര്യ എന്ന് പറയുന്ന വീട്ടിൽ അടിച്ച് ഒതുങ്ങിയിരിക്കേണ്ട ആളല്ല, നിനക്ക് സ്വതന്ത്ര സമയത്ത് നിനക്ക് പോകാം, നീ ഇതിലെ വേണം പോകണം, അതിലെ കറങ്ങണം, കൂട്ടുകാരുടെ അടുത്ത് പോകണം, ഇതെല്ലാം ഇവർ പറയും. ഇത് കേൾക്കുന്ന ഹസ്ബൻഡ് എന്തായിരിക്കും ചിന്തിക്കുക? അവർക്ക് ഒരു ഇൻറ്റിമസി എന്ന് പറയുന്നത് രണ്ടുപേരും കൂടി ഫീൽ ചെയ്യുന്ന സാധനമല്ല. ഒരാൾക്ക് ഒരു ഇൻഡിപെൻഡൻസ് വേണമെന്ന് പറഞ്ഞിട്ട് മറ്റേ ആളുടെ അടുത്ത് പിടിച്ച് മേടിക്കാൻ പറ്റത്തില്ല. അവരിപ്പോൾ വേർജ് ഓഫ് ഡിവോഴ്സില്ല. അങ്ങനെയുള്ള കേസുകൾ ഞാൻ പറയും, നിങ്ങൾ ഒരിക്കലും ഇതിലേ എനിക്ക് പുരുഷൻ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു, ആ ടേം തന്നെ തെറ്റല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയണത് എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ കയ്യിലാണ്. നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഈ മുറിയിൽ ഇത്ര സ്പേസേ ഉള്ളൂ, ഈ മുറിയിൽ ഇത്ര സ്പേസിൽ നമ്മൾ ജീവിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് വിവാഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു കോമ്പൗണ്ട് വാൾ കെട്ടുന്ന പോലെയാണ് ഒരു വിവാഹം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ 2 വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്ന നാട്ടുകാരെ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. ഈ കോമ്പൗണ്ട് വാളിൽ പരസ്പരം ഈ പറയുന്ന സ്വാതന്ത്ര്യം കൊടുക്കേണ്ട കാര്യം എന്താണ്? അതാ ഞാൻ പറയുന്നത്. അതാണ് ആ ടേം തന്നെ വേണ്ട എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം അല്ല, അവർക്ക് ഫ്രീഡം അല്ല വേണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദേ ലാൻഡ് ഇൻ ടു അനദർ സ്റ്റേറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ അവർക്ക് പറ്റത്തില്ല, കുറച്ച് കഴിയുമ്പോൾ ഫ്രീഡം കിട്ടത്തില്ല. പല പുരുഷന്മാരും വിവാഹത്തിൻ്റെ ഒരു ഇപ്പം ഡിവോഴ്സിലേക്കൊക്കെ പോകുമ്പോൾ സ്ത്രീകൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടായിരിക്കുമ്പോൾ എത്ര ബാക്കി എനിക്ക് കിട്ടണം,
ഇത്ര പൈസ എത്ര കിട്ടണം, എനിക്ക് ലൈഫിലേക്ക് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ, ഇതൊക്കെ പ്ലാൻഡ് ആണ് മിക്ക വീട്ടുകാരും. അപ്പോൾ അത് ഒരു ഇമോഷണൽ ട്രോമ ഈ വ്യക്തിക്ക് കൊടുക്കും, അതേ കമ്മിറ്റ് സൂയിസൈഡ്. ഇനി നമുക്ക് ഇപ്പം ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നമുക്ക് വേറൊരു രീതിയിൽ ഇതിനെ കാണാം. അതായത് ഒരു പുരുഷൻ അവൻ ജനിക്കുമ്പോൾ മുതൽ കല്യാണം കഴിച്ച് ഇവൻ നാളെ ഒരു കുടുംബം പോറ്റേണ്ടതെന്ന് പറയും. സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ പറയും കെട്ടിച്ചു വിടേണ്ടതാണ്. അതായത് അവിടെ ചെന്ന് ഈ പറയുന്ന ദാസിവേല അടക്കം അതിനെ അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവൻ്റെ ഇട്ടിരിക്കുന്ന നിക്കറ് വരെ അതൊരു ഇതാണ്. അതായത് നീ എന്തിനാ വന്നേ, തുണി അലക്കണം, കഞ്ഞി വെക്കണം, ഇവൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് പിന്നെ ഈ പറയുന്ന ചേട്ടൻ ആദ്യം പറഞ്ഞാൽ നമ്മൾ ഈ ഫിസിക്കൽ കോണ്ടാക്ട്, ഇത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഫിസിക്കൽ കോണ്ടാക്റ്റും കൂടെ നമ്മൾ ഏൽക്കണം. മനസ്സിലാവുന്നുണ്ടോ? സ്ത്രീകൾ ഏറ്റിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു കുടുംബം മുന്നോട്ട് പോകാൻ. ഇതെല്ലാം സ്ത്രീകളാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഇപ്പോൾ ചേട്ടൻ്റെ ക്ലിനിക്കിൽ വരുന്നവരിൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഈക്വലി ഷെയർ ചെയ്തിട്ട് ചെയ്തവർ? ഒരുപാട് ആളുകളുണ്ട് ഈക്വലി ഷെയർ ചെയ്തിട്ട് ലൈഫിലേക്ക് ഓരോ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് അല്ല, ദാറ്റ്സ് കോപ്പറേഷൻ. അതെ അത് ഇതുവരെ ആരും പറഞ്ഞു കൊടുക്കാറില്ലല്ലോ ചേട്ടാ.